കുന്നത്തുനാട് 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. വാർഡ് പ്രസിഡന്റ് അലക്സാണ്ടർ ഇട്ടൂപ്പ് അധ്യക്ഷത വഹിച്ച യോഗം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് അടിമത്തമായിരുന്നു, അത് മാറി സ്വതന്ത്രമായി എല്ലാവർക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കാലഘട്ടം മാറി ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വച്ചു നീട്ടുന്നവൻ്റെ മുമ്പിൽ യാചിച്ച് നിന്ന് കൈകാണിച്ച് വാങ്ങി അത് സമ്പന്നനെന്നോ മധ്യവർഗമെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ആരെന്ത് തന്നാലും അവരുടെ പുറകെ പോകുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ആ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ തരുന്നത്, അവർക്ക് ഇതിൻ്റെ പിന്നിലുള്ള അവരുടെ ലാഭം എന്താണ്, അല്ലെങ്കിൽ അവർ എന്ത് കാര്യത്തിനാണ് ഇത് ചെയ്യുന്നത്, അവർക്ക് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്താണ് എന്ന് പരിശോധിച്ചാൽ, കുന്നത്തുനാട് പോലെയുള്ള കിഴക്കമ്പലം പഞ്ചായത്തിലോ കുന്നത്തുനാട് പഞ്ചായത്തിലോ പരിശോധിച്ചാൽ ഈ 5 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരവരുടെ താല്പര്യങ്ങൾ, ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ജനങ്ങൾക്ക് മുമ്പിൽ വച്ചു നീട്ടുന്ന ഈ നക്കാപ്പിച്ച എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ വച്ചു നീട്ടുന്നത് എത്ര നാൾ ഇത് കിട്ടുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ല. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഇവിടെ കോൺഗ്രസ് ഉണ്ടാകും. 1885 രൂപീകൃതമായതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നെല്ലാവരും പ്രവർത്തിച്ചു. അതിനുശേഷം മാറി മാറി വന്ന സർക്കാരുകൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായി. അന്നത്തെ സ്വയം അധികാരം കിട്ടിയപ്പോൾ ആ അധികാരം കിട്ടിയത് ജനാധിപത്യ രീതിയിൽ ഉപയോഗിക്കുന്നത് ചേരിയും എതിർചേരിയും ഒക്കെ ഉണ്ടായി ആശയപരമായിട്ടുള്ള പോരാട്ടം നടത്തി ആത്യന്തികമായി ജനങ്ങളുടെ നന്മയാണ് ലക്ഷ്യം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു പോന്നു. കോൺഗ്രസ് ഇപ്പോഴുമുണ്ട്, അതുപോലെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. പക്ഷേ പുത്തൻ പാർട്ടികളും പുത്തൻ രീതികളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത്ര മനസ്സിലായി കാണും എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. അതവർക്ക് കുറച്ച് സമയം കൂടി എടുത്ത അനുഭവത്തിലൂടെ അവർക്ക് അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ പറയുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ യോഗങ്ങളിലും അവർ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവർത്തിച്ച്. അപ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രം പോരാ, അതിനപ്പുറത്തുള്ള വാഗ്ദാനങ്ങൾ നൽകിയാൽ മാത്രമാണ് ജനങ്ങൾ കൂടെ വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അത് നൽകിയില്ലെങ്കിലും വാഗ്ദാനം നൽകിയാൽ പോലും ജനം കൂടെ വരും എന്ന് വിശ്വസിക്കുന്ന ഒരു മാനേജ്മെന്റ് ടീമാണ് ഇന്ന് ഈ പറയുന്ന മുതലാളിമാരും അവരെ നയിക്കുന്നവരും. അവരെല്ലാം വളരെ പണം വാങ്ങി കൂടെ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ജനങ്ങളോട് എന്ത് കമ്മിറ്റ്മെന്റാണ് ഉള്ളത്? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരും DCC ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും നമ്മൾ ആർക്കും പണം കൊടുത്ത് പ്രവർത്തിക്കുന്നവരല്ല. അപ്പൊ നമ്മൾ പണം കൊടുത്ത് പ്രവർത്തിക്കുന്നവരല്ലാത്തത് കൊണ്ട് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് അവർക്ക് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് പാർട്ടിയോടുള്ള. ആ രീതിയിലാണ് നമ്മുടെ പൊതുപ്രവർത്തകർ, കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, അവരുടെ കമ്മിറ്റ്മെന്റ് എന്നും ജനങ്ങളോടാണ്. പക്ഷേ മുതലാളിയോടൊപ്പം നിൽക്കുന്ന എക്സിക്യൂട്ടീവിൻ്റെയും കമ്മിറ്റ്മെന്റ് ആത്യന്തികമായി മുതലാളിയോട് മാത്രമേ ഉള്ളൂ. മുതലാളിക്ക് മുതലാളിയോട് മാത്രം, എക്സിക്യൂട്ടീവിന് മുതലാളിയോട് മാത്രം. അപ്പോൾ മുതലാളിയെ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു മാനേജ്മെന്റ് ടീം അവരുടെ കൂടെ നിന്ന് ജനങ്ങളുടെ കൈകാര്യം ചെയ്യാൻ, അവരുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് താൽക്കാലികമായിട്ടുള്ള ശമനങ്ങൾ നൽകി ഈ നാടിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇന്ന് നാട് മുഴുവൻ കാണുന്നത്. ഇത് തന്നെയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കൊടുക്കും, വെള്ളം ഫ്രീ ആയി കൊടുക്കും, ടാക്സ് കുറക്കും, ബസ് ഫ്രീ, ബസ്സിൽ സഞ്ചരിക്കുന്നത് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ജനങ്ങളെ കൈകാര്യം ചെയ്തവർ 10 വർഷക്കാലം കഴിഞ്ഞപ്പോൾ നേരെ പോയത് പ്രതിപക്ഷത്തേക്കാണ്. തോറ്റു തുന്നം പാടുകയാണ് ചെയ്തത്. അപ്പൊ ഇത്രയധികം ഫ്രീ ആയി 10 വർഷക്കാലം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ജനം അനുകൂലമായി വോട്ട് ചെയ്യാതിരുന്നത്? കാരണം അവർക്ക് നിലനിൽക്കാൻ, അവർക്ക് ഭരണത്തിന് കീഴിൽ അഴിമതി നടത്തേണ്ടി വന്നു. അത് മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും മയക്കുമരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും. DCC സെക്രട്ടറി MT രാജൻ, പുത്തൻകുരിശ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പോൾസൺ പീറ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി അലക്സ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ മുഹമ്മദ്, പുത്തൻകുരിശ് പ്രവാസി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോളി മേലേത്ത്, മണ്ഡലം പ്രസിഡന്റ് കെ കെ രമേശൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എ വർഗീസ്, വൈസ് പ്രസിഡന്റ് ഇ എം നവാസ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സബിത അബ്ദുൾ റഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ടി വി ശശി, അൻവർ പി ഐ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയ്സൽ ജബ്ബാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം പി യൂനസ്, റോയ് മാത്യു, വാർഡ് സെക്രട്ടറി ബിനോയ് മനയത്ത്, സിയാദ് സിദ്ദിഖ്, മുഹമ്മദ് പി എ, എബി വർഗീസ്, ബൂത്ത് പ്രസിഡന്റ് പി ബി അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള.